ഞാൻ സുന്നിയാണ്. പുളിക്കൽ പറവൂരാണ് എൻ്റെ പ്രദേശം. പേര് കൂടി പറഞ്ഞു. എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നമ്മുടെ ഇപ്പം ഏറ്റവും വിവാദമായി നിൽക്കുന്ന പ്രശ്നം കുത്തുബുൽ സി എം വലുള്ളാൻ്റെ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് സുന്നി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ നഖശിഖാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ സുന്നി പണ്ഡിതനാണ്. ആ പണ്ഡിതനുമായിട്ട് ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് റെഡിയായി എന്തുകൊണ്ട് മുജാഹിദ് വിഭാഗം റെഡിയാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മുദബ്ബിറുൽ ആലം സി എം മടവൂരാണ് എന്ന വിഷയം വിവാദം കത്തിയാളുന്ന നേരത്ത് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് കൊട്ടപ്പുറത്ത് നിന്നാണ്. ഇരു സമസ്തകളാണ് കേരളത്തിൽ ആധികാരികമായി ഇവിടെ ഈ സമൂഹത്തെ പ്രതികരിച്ചു നിൽക്കുന്ന ആളുകൾ. അതിൽ തന്നെയും ഈ വിഷയത്തിൽ നമുക്കറിയാം ഇടപെട്ടുകൊണ്ട് കാര്യമായി സംസാരിക്കുന്ന ആളുകൾ പേരോടിനെ പോലെയുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ അവസരങ്ങൾ കൊടുത്തു, ഓരോരുത്തർക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെല്ലുവിളി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അഥവാ മുദബ്ബിറുൽ ആലം ആണ് സി എം മടവൂർ എന്ന സമസ്തക്കാരുടെ വാദം, ആ വാദം വളരെ കൃത്യമായി അവർക്ക് അതുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു വാദം സമസ്തക്കാർക്കുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് തന്നെ, കാരണം വെച്ചാൽ നമ്മളൊരു ആരോപണം അവരുടെ മേൽ ആക്ഷേപിക്കൽ, ഇപ്പോൾ വിസ്റ്റൻകാർ പറയുന്ന പോലെ ആരോപിക്കുകയാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ആരോപിക്കുക എന്ന പരിപാടി നമുക്കില്ല. നേരെ മറിച്ച് സി എം മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അംഗീകരിച്ചതാണ്. ആ വാദം അവർക്ക് സ്ഥിരപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? സമസ്തക്കാർക്ക്. അതുപോലെ തന്നെ ഈക്ക സമസ്തക്കാർ ആ വിഷയത്തിൽ റെഡിയാണെങ്കിലും അവരുമായും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നിവരും അറിയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും റെഡിയല്ല എന്ന് പറയുകയാണെങ്കിൽ മൂന്നാമതായി നൗഷാദ് അഹ്സനിക്ക് ഞങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് മുജാഹിദ് മൗലവിമാരിങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നൗഷാദ് അഹ്സനി തയ്യാറാണ് എന്ന രൂപത്തിൽ ആ അവരുടേതായ ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നാൽ നൗഷാദ് അഹ്സനിക്ക് ചാൻസ് കൊടുക്കാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊരു ക്രൈറ്റീരിയയുണ്ട്. കാരണം വെച്ചാൽ നൗഷാദ് അഹ്സനി പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ളത്തരീക്കത്തും വ്യാജ തരീക്കത്തും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകളാണ്. തൽക്കാലം അത്തരം ആളുകൾക്ക് ഒരു പ്രമോഷൻ ആദ്യം തന്നെ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സമസ്ത ഈ വിഭാഗം അഥവാ ഈ സി എം മടവൂരിൻ്റെ ജാറമടക്കം വിറ്റ് അതിൽ നിന്ന് ഉപജീവനം നടത്തുന്ന ഈ സമസ്തക്കാരുണ്ട്. അതിനപ്പുറം മക്കാമ് തന്നെ നടത്തിയിട്ട് ജാറം കിട്ടാത്തതിന് അപ്പുറത്ത് സി എം മക്കാമ് നടത്തുന്ന കാന്തപുരം സമസ്തക്കാരുണ്ട്. ഇവർ ഉന്നയിച്ച വാദഗതികൾ നമ്മുടെ മുന്നിലുമുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ആ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് ഞങ്ങൾ റെഡിയല്ല, ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് നൗഷാദ് അഹ്സനാണ്. ഇവർ നിൽക്കുമ്പോൾ നമ്മൾ തല നിൽക്കുമ്പോൾ വാലാടണ്ട എന്ന് പറയുന്നത് പോലെ ഈ തലയൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഒരു വാലിൻ്റെ പിന്നാലെ പോണത് ശരിയല്ലല്ലോ. പിടിക്കുകയാണെങ്കിൽ പുലിയുടെ തല തന്നെ അല്ലേ പിടിക്കേണ്ടത്, വാലുമേലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായി കൊട്ടപ്പുറം മുതൽ വാദപ്രതിവാദത്തിന് തന്നെ മുദബ്ബിറുൽ ആലം എന്ന വിഷയത്തിൽ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളത് ആവർത്തിക്കുന്നു. ഈ മുദബ്ബിറുൽ ആലമാണ് സി എം മടവൂർ എന്ന സമസ്തക്കാരുടെ വാദം, അതനിസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തയ്യാറാണ്. തൽക്കാലം അതിനിടയിലൂടെ നമ്മുടെ തരീക്കത്ത് വളർത്താനായിട്ട് നടക്കുന്ന നൗഷാദ് അഹ്സനിക്ക് ഇത് കഴിഞ്ഞാലും ഞങ്ങൾ ചാൻസ് കൊടുക്കൂല എന്ന് പറയുന്നില്ല. ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞങ്ങൾ ചാൻസ് കൊടുക്കുന്നതാണ് എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. നൗഷാദ് അഹ്സനി മൂപ്പര് പരവച്ചായിട്ടല്ലത് പറഞ്ഞത്. മൂപ്പര് മൈക്കിൽ പബ്ലിക്കായിട്ടാണ് ഈ ആശയം വിളിച്ച് പറഞ്ഞത്. ഈ ആശയം ജനങ്ങൾ പൊതുവെ പബ്ലിക് ജനങ്ങൾ മുസ്ലിമായ ജനങ്ങൾ മൊത്തം കേൾക്കുന്നുണ്ടല്ലോ. ഈ മുസ്ലിമായ ജനങ്ങൾ ഈ നൗഷാദ് അഹ്സനിൻ്റെ ഈ വാദം കേട്ടിട്ട് കുത്തുബുൽ ആലം സി എം വലുതാണെന്ന് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ശരിക്ക് ചെയ്യുന്ന ആളെ മാറില്ല. അതുകൊണ്ട് ഈ വാദവുമായിട്ട് ഖുർആനും സുന്നത്തും ജിമാവും ഖിയാസുമായിട്ട് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്ത ഈ നൗഷാദ് അഹ്സനി, അനസ് മൗലവിക്കറിയാം, കായക്കൊടിക്കറിയാം, എല്ലാവർക്കും അറിയാം ഈ നൗഷാദ് അഹ്സനെ കുറിച്ചിട്ട്. മൂപ്പര് സംവാദ വേളയിൽ നിങ്ങളായിട്ട് എല്ലാ വിഷയത്തിലും സംവാദം നടത്തി സംവാദം തെളിയിച്ച ആളുമാണ്. ആ ഒരു വിവരമില്ല എന്നുള്ള മൂപ്പരെ താളില്ല എന്നോ തെരീക്കത്ത് നിങ്ങൾ പറയണ്ടെന്ന്. നിങ്ങൾ ഈ കുത്തുബുൽ ആലം സി എം വലുതാൻ്റെ വിഷയം മാത്രം വെച്ചിട്ട് പിന്നെ ഇവിടെ ഇന്ന് പരസ്യമായിട്ട് കുത്തുബുൽ ആലം സി എം വലിയുല്ലാഹി എന്ന ആ സി എം വലിയുള്ള അവർ മൂപ്പർ പിന്നെ മുദബ്ബിറാണ് എന്ന് ഖുർആനും സുന്നത്തും ജിമാവും ഖിയാസും വെച്ചുകൊണ്ട് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹ് അയാൾക്ക് കൊടുക്കും എന്ന് ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് തെളിയിക്കാൻ മൂപ്പർ റെഡിയാണ് എന്ന് പറയും. ഈ ജാതി തൊണ്ടി ന്യായങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാതെ സുന്നികളുമായിട്ട് സംവാദം റെഡിയാകാനാണ് ചെയ്യാറേണ്ടത് എന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ്. സുന്നികളോട് തയ്യാറാവണമെന്നാണ് പറഞ്ഞത്. നൗഷാദ് അഹ്സനി സുന്നിയല്ല എന്നാണ് ഇവിടെയുള്ള ബാക്കി എല്ലാ സുന്നികളും പറയുന്നത്. നൗഷാദ് അഹ്സനി സുന്നിയല്ല എന്നാണ് ബാക്കിയുള്ള എല്ലാ സുന്നികളും പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ചോദ്യകർത്താവ് തന്നെ പറഞ്ഞു സുന്നികളുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. ഇവിടെ സുന്നിയാണ് എന്ന് പറയുന്ന സമസ്തക്കാരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ വന്നോ, നിങ്ങൾ തയ്യാറാവണം. പിന്നെ ചോദ്യകർത്താവ് തുടങ്ങിയതുപോലെ നൗഷാദ് അഹ്സനി ആരാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. നൗഷാദ് അഹ്സനിയോട് നിങ്ങൾ പോയി ചോദിക്കുക. നിങ്ങൾ തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്.
നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പൊന്മള വഹാബിസത്തിലേക്കാണ്, പേരോട് വഹാബിസത്തിലേക്കാണ് എന്നൊക്കെ. ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. അന്ന് നൗഷാദ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ? അന്ന് ചേലേമ്പ്ര സംവാദത്തിൽ പൊന്മളയുടെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് പ്രസംഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞപ്പോ നൗഷാദ് പറഞ്ഞത് അവരുടെ ചെരുപ്പൊന്നും എടുക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല, ഓലൊക്കെ സുന്നത്തിയമായത്തിന്റെ ആളുകളാണെന്ന്. അതേ വാദം എന്താണോ അന്ന് പൊന്മളക്കെതിരെ ഞങ്ങൾ പറഞ്ഞത്? എന്താ ഞങ്ങൾ പറഞ്ഞത്? ഒന്ന്, പൊന്മളക്കെതിരെ ഞങ്ങൾ പറഞ്ഞു വലിയ, ഇവിടെ നേരത്തെയുള്ള ചോദ്യകർത്താവ് ചോദിച്ചല്ലോ, ഔലിയാക്കന്മാരുടെ വലിയകളുടെ കറാമത്ത് കൊണ്ട് ചോദിച്ചൂടെ? പൊന്മള പറയുന്നത് എന്താ? പൊന്മളയുടെ വാദം എന്താ? ഒരു വലിയന് പോലും മനസ്സിലാവില്ല അയാൾ വലിയാണ്, പിന്നെ എങ്ങനെ നാട്ടുകാർക്ക് മനസ്സിലാകുക? അപ്പൊ പിന്നെങ്ങനെ വലിയനോട് ചോദിക്കൽ? ഒരു വലിയന് പോലും അയാൾ വലിയാണെന്നറിയില്ല. ഒരാൾ വലിയാണ് എന്ന് ഉറപ്പിക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന മുഴുവൻ ആളുകളെയും തള്ളിയ ആളാണ് പൊന്മള എന്ന് ഞങ്ങൾ ചേലേമ്പ്ര സംവാദത്തിൽ എടുത്തു കാണിച്ചു കൊടുത്തു. അന്ന് പൊന്മളയെ ന്യായീകരിച്ച ആളാണ് നൗഷാദ്. ഇപ്പൊ നൗഷാദ് ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ ഞങ്ങളാ പഠിപ്പിച്ചു കൊടുത്തത് നൗഷാദിന്. അതുകൊണ്ട് നൗഷാദിനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. ഈ പറഞ്ഞതുപോലെ നൗഷാദിനേക്കാൾ ഞങ്ങൾ മുന്നിൽ കാണുന്നത് പേരോടിനെയാണ്. കാരണം പേരോടാണ് ഈ മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയുന്ന വാദത്തെ എതിർക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് പേരോടിനോടാണ് ചോദിക്കുവാനുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് മുദബ്ബിറുൽ ആലം എന്ന വിഷയത്തിൽ ഈ നൗഷാദിനെ എതിർക്കാൻ കഴിയും? ത്വരീഖത്തുകാരെ എതിർക്കാൻ കഴിയും? കള്ളത്വരീഖത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ ആക്ഷേപിക്കാൻ കഴിയും? കാരണം മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുമെന്ന്. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് വിശ്വസിക്കുന്നവർ, ഈ ലോകത്ത് വീഴുന്ന ഓരോ ഇലകളെക്കുറിച്ചും ഈ ഭൂമിയിലെ ഓരോ ചെടികളെക്കുറിച്ചും അള്ളാഹുവിന് അറിവിന്റെ അക്ഷരങ്ങളുണ്ടല്ലോ, അള്ളാഹിന്റെ അറിവ്, ആ അറിവിന്റെ അക്ഷരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ എനിക്ക് കഴിയും എന്ന് പറയുന്ന മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലുള്ള കള്ള പരാമർശത്തെ ന്യായീകരിക്കുന്ന പേരോടിന് എങ്ങനെ ഈ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന നൗഷാദിനെ എതിർക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇതിനൊക്കെ തുടക്കം കുറിച്ചത് അവരാണ്. നൗഷാദൊക്കെ പിന്നുണ്ടായതല്ലേ. ഇതിന്റെ അടിസ്ഥാനം സമസ്തയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തയെ വെല്ലുവിളിക്കുന്നത്, സമസ്തയോട് ഇതിന് വാദപ്രതിവാദത്തിന് തയ്യാറാകാൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പം കായക്കൊടി പറഞ്ഞത് പിന്നെ പേരോട് ഉസ്താദാണ് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നതിനെ എതിർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാദം പേരോടുണ്ടെന്നുള്ളത് വല്ല വിവരമുണ്ടോ? കാരണം പേരോട് ഉസ്താദ് മുദബ്ബിറുൽ ആലം CM വലിയുള്ളാണ് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓല പ്രാതിപത്യമായിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുദബ്ബിറുൽ ആലം എന്ന് തീർച്ചയായിട്ടും തീർത്ത് പറയുന്ന ആളാരാണ് നൗഷാദ് ഹസനി. ഈ നൗഷാദ് ഹസനിയായിട്ടല്ല നിങ്ങൾ ആ വിഷയത്തിൽ സംവാദത്തിൽ റെഡിയാക്കേണ്ടത്. അപ്പൊ പിന്നെ എന്തിനാണ് അതിന് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യം? ജനങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് നൗഷാദ് ഹസനി ഈ വാദം ഇവിടെ കൊണ്ടുവന്നു? ആ വാദം കൊണ്ടുവന്നത് ഇക്കാലം വരെ സമസ്ത പഠിപ്പിച്ച വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ല, നിങ്ങൾക്ക് വാദമുണ്ടോ? ആണല്ലോ. സമസ്ത പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊമ്പല്ല വെട്ടാൻ ഉദ്ദേശിക്കുന്നത്, വേരടക്കം കുഴിച്ചു മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കൊമ്പ് വെട്ടിയാൽ ആ കൊമ്പുകൾ പിന്നെയും തിളിർത്തു വരും. ഒരു നൗഷാദ് മാറിയാൽ വേറെ ആളുകൾ വരും. ഇവിടെ സമസ്ത പഠിപ്പിച്ച വികലമായ വിശ്വാസം എന്ന ഈ പടുമരണ്ടല്ലോ, അതിന്റെ വേരടക്കം പിഴുതു മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തയെ വെല്ലുവിളിക്കുന്നത്, ഇരു സമസ്തകളെയും വെല്ലുവിളിക്കുന്നത്. ഇനി അടുത്ത ചോദ്യകർത്താവിന് കൊടുക്കാം. അദ്ദേഹത്തിന് ചോദ്യകർത്താക്കൾ കഴിഞ്ഞാൽ അവസരം. അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കടവെട്ടലാണ് വേണ്ടത്, അല്ലാതെ കൊമ്പുവെട്ടലല്ല. ഈ വാദം മുദബ്ബിറുൽ ആലം എന്ന വാദം, ആ വാദം യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്, അവരുടെ ആളുകളാണ്. അതുമാത്രമല്ല, അവരുടെ ആധികാരികമായ അബൂബക്കർ മുസ്ലിയാരുടെ ആധികാരികമായ ഗ്രന്ഥത്തിലാണ് ഖാലലി മുദർരിസുൻ കാന യഅതിൽ ഔസ കതീറൻ ലിൽ ഇസ്തീമാൻ, അഥവാ നിരന്തരമായി CM മടവൂർ എന്ന് പറയുന്ന ആളെ സന്ദർശിച്ചു കൊണ്ടിരുന്ന ഒരു മുദർരിസ് പറഞ്ഞു. ആ മുദർരിസ് ആരാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ആ മുദർരിസ് ആരാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ മുദർരിസ്
ഒരു സഖാഫി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സഖാഫി സീമടവൂരിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പാലലഹു, ഈ മുദരിസ് ആ സഖാഫി സീമടവൂരിനോട് പറഞ്ഞു, അന അഖൂലു അങ്ക കുത്തുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം, നിങ്ങളാണ് മുദബ്ബിറുൽ ആലം കുത്തുബുൽ അഖ്താബ് എന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. ആ സന്ദർഭത്തിൽ ഫഅബാൻ, അദ്ദേഹം വളരെയധികം സന്തോഷിച്ച് തലയാട്ടി മന്ദഹാസം പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സിദി. എന്താ പറഞ്ഞത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ അതിക്കും മേലെയാണ്, അഥവാ മുദബ്ബിറുൽ ആലം ആണ്, അതിനും മേലെയാണ് എന്ന് സി.എം. പറഞ്ഞു. വതബസ്സമ ബിബയാൻ, ആ സന്ദർഭത്തിൽ അർത്ഥഗർഭമായ രൂപത്തിൽ സി.എം. ചിരിച്ചു എന്ന് ഈ ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചത്. ഇത് തഖ്രീർ ചെയ്ത് തഖ്രീർ സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് ഫളീലത്തു ശൈഖ് അബൂബക്കർ അഹ്മദ് അൽ മലൈബാരി, അബൂബക്കർ മുസ്ലിയാരാണ് ഇതിന് തഖ്രീർ കൊടുക്കുന്നത്. അദ്ദേഹം ഇതിൽ പറയുന്നത്, ഞാനിത് നന്നായി വായിച്ചു നോക്കി, فقد قرأت هذه الصفحات المباركة في مدح سيدي وشيخي القطب الرباني رئيس الزاهدين محمد أبو بكر المدبوري قدس الله تعالى سره العزيز الذي كان من كبار أولياء കേരള. കേരളത്തിലെ വമ്പൻ ഔലിയാക്കളിൽപ്പെട്ട സി.എം. മടവൂരിനെ കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ച് അംഗീകരിച്ചു, തഖ്രീർ എഴുതി, അടിയിൽ അബൂബക്കർ മുസ്ലിയാരാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നൗഷാദ് ഹസനി എടുത്തുകൊണ്ട് പോയത്. മനസ്സിലായോ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ അടിവേരാണ്, അവിടെ തന്നെയാണ് ഞങ്ങൾ വെട്ടുക. അതുകൊണ്ട് തന്നെ ഇത് അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചതാണ്, അംഗീകരിച്ചതാണ്, AP സമസ്തക്കാര് വാദിച്ചതാണ്, എഴുതിയതാണ്, പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ സമസ്തക്കാരും അങ്ങനെ ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല, ഞങ്ങൾ വഹാബികളുടെ മുന്നിൽ ഇത് ആ വാദപ്രയോഗത്തിന് ഇല്ലാന്ന് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ നൗഷാദ്, അങ്ങനെയാണല്ലോ അതിന്റെ തർത്തീബ്. അതുകൊണ്ട് തന്നെ ആദ്യം അതിങ്ങോട്ട് വരട്ടെ എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പുളിക്കലിൽ നിന്ന് ആധികാരികമായി സൂചിപ്പിക്കാനുള്ളത്.